ഹലോ, അതെ. ആ ആ ആ ആ ഓക്കെ, ഞാൻ നാളെ വരാം. ഓക്കെ, ശരി. ആയിക്കോട്ടെ. ഇത് കൊറേ പൈസ ഉണ്ടല്ലോ. ഇത് 1000 രൂപ ഉണ്ടല്ലോ. രീതിയിലൊന്നുമില്ല. ഈ പൈസ ഞാൻ അവർക്ക് കൊടുക്കണോ? വേണ്ട, എനിക്കെടുക്കാം. നീ എവിടുന്നാ വരുന്നേ? ഇപ്പൊ നല്ല സന്തോഷമുണ്ടല്ലോ. മുസ്തഫ, എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് എവിടുന്നാ കിട്ടിയത്? പൈസ ആരുതാ? എവിടുന്നാ കിട്ടിയത്? ഞാൻ വരുന്ന വഴിയിൽ നിന്ന് കിട്ടിയതാണോ? നമുക്ക് എടുക്കാൻ പാടില്ല. ഇത് അവരെ ഏൽപ്പിക്കണം. ഇത് ഞാൻ കൊടുക്കുന്നില്ല. അതൊന്നും പറഞ്ഞാ പറ്റൂല. അവരെ ഏൽപ്പിക്കണം. അത് നീ എന്റെ കൂട്ടുകാരനല്ലേ, അവരെ തീർച്ചയായും ഏൽപ്പിക്കണം. ഇവിടുന്നാണല്ലോ. വീട്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. ഇവിടുന്നാണ് എനിക്ക് കോള് വന്നത്. ഇവിടുന്നാണ് കോള്. അപ്പോൾ ഓക്കെ, ഇവിടുന്ന് ഓക്കെ. എടാ മക്കളെ, നിങ്ങൾ എന്റെ പേഴ്സ് കണ്ടോ? പേഴ്സ്? അതെ, നിങ്ങൾക്ക് കിട്ടിയോ? ഹിനാനെ ഇങ്ങോട്ട് വാ. എന്തായാലും ആ പേഴ്സ് കൊടുക്കണോ? നമ്മൾക്ക് വേണ്ട. അത് അന്യന്റെ മുതലാണ്. അത് കൊടുക്കാല്ലേ? അതെ, ഇപ്പൊ തന്നെ കൊടുക്കാം. വാ. ഇതല്ലേ നിങ്ങളെ പേഴ്സ്? അതെ, ഇതാണ് എന്റെ പേഴ്സ്. ഓ, സന്തോഷായി. ഇന്നത്തെ കാലത്ത് ഇതാരും ഇങ്ങനെ തരാറില്ല. നിങ്ങൾ തന്നല്ലോ. നിങ്ങൾ നല്ല കുട്ടികളാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും നല്ല കുട്ടികളാണ്. നിങ്ങൾക്ക് ഞാനേ മുട്ടായി വാങ്ങാൻ ക്യാഷ് തരാട്ടോ. ഇത് നിങ്ങൾ 2 പേരും കൂടി മുട്ടായി കഴിച്ചോളൂ കേട്ടോ. കാരണം എൻ്റെ വിലപ്പെട്ട രേഖകളൊക്കെ ഇതിലുണ്ടായിരുന്നു. നിങ്ങൾ തന്നല്ലോ. ഏതാ സന്തോഷമായി. ഇത് കൊടുത്തപ്പോ എനിക്ക് സന്തോഷമായി. കണ്ടില്ലേ, പൈസ തന്നത് അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. അതെയോ? എനിക്കറിയില്ലായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനി കിട്ടിയാൽ ആരുതാണോ അവർക്ക് ഞാൻ. നമുക്ക് എന്നാൽ മുട്ടായി വാങ്ങാൻ പോവാം. ഇനാനെ കൊടുക്കൂ. ദൈവം രക്ഷിക്കട്ടെ. ആമീൻ. ചിരിക്കല്ല. ചെറിയ വാക്കി വാ. അവിടെ റോൾ കഴിഞ്ഞു. വാ നീ ചെയ്തിട്ടാ വന്നോ. സന്തോഷം, മുഖത്ത് സന്തോഷം. ബസ് സ്റ്റോപ്പ്.